നമസ്കാരം. അപ്പം നമുക്ക് മഴതോരും മുമ്പേ എന്ന സീരിയലിൽ അലീനയുടെയും മനുഷ്യൻ്റെയും ഇന്നത്തെ നല്ലൊരു കഥ കേട്ടാലോ? എൻ്റെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ. അങ്ങനെ മദ്യപിച്ച് വീട്ടിലെത്തുന്ന രോഹിത് കൃഷ്ണയോട് ദേഷ്യപ്പെടുന്നുണ്ട്. കൃഷ്ണ പറയുന്നു, ഞാൻ അച്ഛനോട് പറഞ്ഞു കൊടുക്കുമെന്ന് പറയുമ്പോൾ നീ ചെന്ന് പറഞ്ഞു കൊടുക്കുക, എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിനല്ലേ ജീവിക്കുന്നത്, എനിക്കും എൻ്റെ ഇഷ്ടത്തിന് ജീവിക്കാൻ അറിയാമെന്നൊക്കെ പറഞ്ഞ് ദേഷ്യപ്പെടുന്നുണ്ട്. അതിനുശേഷം ബബിത വന്ന് കൃഷ്ണയോട് പറയുന്നു, എന്തിനാണ് നീ രോഹിത്തിനോട് ദേഷ്യപ്പെടുന്നത്, ഒരു ബിയർ കഴിച്ചെന്നല്ലേ ഉള്ളൂ എന്നൊക്കെ പറയുമ്പോൾ കൃഷ്ണൻ പറയുന്നത് ശരിയാണെന്ന് ബബീച്ചയ്ക്ക് തോന്നുന്നുണ്ടോ, അച്ഛനറിഞ്ഞ് എന്തൊരു വിഷമമാവും, ഈ അച്ഛൻ മക്കളെ മനസ്സിൽ കാണുന്നില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് അലീനെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ കൃഷ്ണ പറയുന്നുണ്ട്, അലീന ചേച്ചി എന്ത് തെറ്റ് ചെയ്തിട്ടാണ് ബബീച്ചയ്ക്ക് ഇത്ര ദേഷ്യം, നിനക്ക് അവളെന്തോ കൈവശം തന്നിട്ടുണ്ടെന്ന് ബബിത കൃഷ്ണയോട് പറയുന്നു. എനിക്ക് കൈവശം തന്നിട്ടുണ്ട്, കുറച്ച് ചേച്ചിക്ക് കൂടി തരാമെന്ന് പറയും. എനിക്ക് വേണ്ട, മൊത്തം നീ തന്നെ കഴിച്ചു എന്ന് പറഞ്ഞ് ബബിത അങ്ങ് പോകുന്നു. അതിനുശേഷം ബാലചന്ദ്രൻ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ട്. അപ്പം രോഹിത്തിനെ അന്വേഷിക്കുമ്പോൾ പറയും, രോഹിട്ടൻ കിടന്നെന്ന് പറയും. ഒന്നും കൃഷ്ണ പറയില്ല, ബാലേന്ദ്രൻ സുഖമില്ലാതൊക്കെ ഇരിക്കുമല്ലേ. അതിനുശേഷം ബബിത വരുന്നുണ്ട്, ഫുഡൊക്കെ എടുത്തു കൊടുക്കും. അപ്പോൾ പറയും, അലീന ചേച്ചി ഇല്ലാത്തതുകൊണ്ട് ഒരു രസമില്ല അല്ലേ അച്ഛാന്ന് ബാലേന്ദ്രനോട് പറയും. ശരിയാണ്, അവൾ നാളേക്ക് വരുമല്ലോ. അപ്പം ബബി പറയും, അവളുണ്ടായിട്ട് ഇപ്പോൾ എന്താ കാര്യം, അവൾ ഒരുത്തിയായി വീട്ടിലെല്ലാ പ്രശ്നങ്ങൾക്കും കാരണം, ഒരു കുഴപ്പമില്ലായിരുന്നു അമ്മ ഇപ്പോൾ ആക്സിഡൻ്റായി കിടക്കുന്നതിൻ്റെ കാരണം പോലും അവളാണെന്ന് പറയാം. നാശം പിടിച്ചുള്ള എന്നീ വീട്ടിൽ കയറി വന്നു അന്ന് തൊട്ട് ഓരോ പ്രശ്നങ്ങളാണെന്നൊക്കെ നമ്മുടെ ബാലേന്ദ്രനോട് ബബിത പറയുന്നുണ്ട്. ഉടനെ ബാലേന്ദ്രൻ ദേഷ്യപ്പെട്ട് പറയും, ബബിതയെ നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് റെസ്പെക്റ്റോട് സംസാരിക്കണമെന്ന്, നിനക്കെന്താ അവളോട് ഇത്ര ദേഷ്യം, നിനക്കൊക്കെ സമയത്തിന് ആഹാരം വെച്ച് തരികയും നിന്നെയൊക്കെ സ്നേഹിക്കുകയും ചെയ്യുന്നതാണ് അവൾ ചെയ്ത കുറ്റമെന്ന് ചോദിക്കും. അതെച്ചാൽ അവൾ കാരണമല്ലേ അമ്മയ്ക്ക് അവസ്ഥ വന്ന്, അമ്മയ്ക്ക് എന്താ അവസ്ഥ വന്നെന്നു, അവളെ സ്വന്തം ഇഷ്ടപ്രകാരം പാതിരാത്രിക്ക് വണ്ടി എടുത്തുകൊണ്ട് പോയിട്ട് ആക്സിഡൻറ്റ് ഉണ്ടായത്, അതും അലീനയും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. ഇനി മേലെ അവളെക്കുറിച്ച് എന്തെങ്കിലും മോശമായി നീ സംസാരിക്കുന്ന കേട്ടാ, മുമ്പ് ഒരു തവണ നീ അവളെ കൊണ്ടുവന്ന് ജ്യൂസ് എടുത്ത് തട്ടിക്കളഞ്ഞ്, അന്നേ ഞാൻ നിനക്ക് നിൻ്റെ കർണം അടിച്ചു പൊട്ടിക്കാൻ എഴുന്നേറ്റതാണ്. പിന്നെ നിൻ്റെ മാമന്മാരൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഞാനും ചെയ്യായിരുന്നത്, മര്യാദയ്ക്ക് അടങ്ങി ഒതുങ്ങി ജീവിക്കാമെങ്കിൽ മാത്രം അവിടെ ജീവിച്ചാൽ മതി, അതല്ല നിൻ്റെ അമ്മയുടെ കണക്ക് തോന്നുകയാണെങ്കിൽ ജീവിക്കാനാണെന്നുണ്ടെങ്കിൽ നീ അവിടെ വഴി പോയാൽ നല്ലതെന്ന് പറയും. അങ്ങനെ ഇവിടെ ബബിതയെ ശാസിച്ചിട്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് നടന്നു പോകുന്നുണ്ട്. രാത്രി ആയപ്പോഴത്തേക്കും രേവതി കുട്ടിയും അലീനയും കൂടി ഇരുന്നിങ്ങനെ സംസാരിക്കുകയാണ്. അങ്ങനെ മനുഷ്യങ്കരനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ പറയുന്നു. മനുഷ്യങ്കർ അവരെ പലാരിവട്ടത്ത് കൊണ്ടുവിട്ടതിന് ശേഷം തിരിച്ചു പോയല്ലോ, അങ്ങനെ അവരെക്കുറിച്ചൊക്കെ സംസാരിക്കുകയാണ്. അങ്ങനെ രേവതിക്കുട്ടി പറയുന്നു, മനുവേട്ടന് നല്ല സ്നേഹമല്ലേ അല്ലേ ചേച്ചി, നല്ല സ്നേഹമെന്നൊക്കെ പറയുന്നു. അപ്പോൾ ഗ്രേസിയാരി അലിനെ രേവതിക്കുട്ടി അങ്ങോട്ട് വിളിക്കുകയാണ്. അങ്ങനെ രേവതിക്കുട്ടി കാര്യം അന്വേഷിക്കാണ്ട് അങ്ങോട്ട് പോകുമ്പോഴത്തേക്കും മനുഷ്യങ്കർ അലീനെ ഫോണിൽ വിളിക്കുന്നുണ്ട്. മനുഷ്യങ്കർ വീട്ടിലെ വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം രാവിലെ ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ട് വരാമെന്ന് പറയും. അത് വേണ്ട മനുവേട്ട, ഞാൻ ബസ്സിന് വന്നോളാം, അത് സാരമില്ല, ഞാൻ വന്ന് വിളിച്ചുകൊണ്ട് വരാമെന്നൊക്കെ പറയും. അങ്ങനെ രാവിലെ അലീന പോകാനൊക്കെ ആയിട്ടൊക്കെ റെഡിയാവും. അപ്പോഴത്തേക്ക് മനുഷ്യങ്കർ കാറുമായിട്ട് അലീനെ വിളിക്കാൻ വരുന്നുണ്ട്. അങ്ങനെ എല്ലാവരോടും യാത്ര പറഞ്ഞ് മനുഷ്യങ്കരും അലീനയും പലാരിവട്ടത്ത് നിന്ന് ഇറങ്ങിയാണ്. രേവതിക്കുട്ടിക്ക് നല്ല സങ്കടമാവും. ഇടയ്ക്ക് രേവതിക്കുട്ടി ഞങ്ങളെ കാണാൻ വരണം, മാമച്ചനും ഗ്രേസി ആൻറ്റിയും പറയും മനുവും അലീനയും ഇടയ്ക്ക് വരണം എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും തമ്മിൽ സംസാരിച്ച് അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നുണ്ട്. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി കാറിൽ യാത്ര ചെയ്യും. യാത്ര ചെയ്തതിന് ശേഷം ബീച്ചിലൊക്കെ പോയി കുറച്ച് നേരം ഇരുന്ന് സംസാരിക്കും. അലീന പറയുന്നുണ്ട്, എനിക്ക് മുത്തശ്ശി ഒന്ന് കാണണം മനുവേട്ടാന്ന് പറയും. അതിനെന്താ പോകുന്ന വഴിക്ക് നമുക്ക് കൊല്ലപ്പള്ളി കയറി മുത്തശ്ശിയെ കണ്ടിട്ട് വീട്ടിലോട്ട് പോകാമെന്ന് പറയും. അങ്ങനെ അലീനയും മനുവും കൂടി കൊല്ലപ്പള്ളിയിലോട്ട് വരുന്നുണ്ട്. ഇത് കാണാൻ കമലയ്ക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. അങ്ങനെ കമല ചോദിക്കും, നീ എന്താ ഇവളെയും കൊണ്ട് ഇങ്ങോട്ട് വന്നതെന്ന് ചോദിക്കാൻ പറയും. അത് അലീനയ്ക്ക് മുത്തശ്ശി ഒന്ന് കാണണമെന്ന് പറഞ്ഞു, അതുകൊണ്ട് വന്നതാന്ന് പറയും. ഇവളിപ്പോൾ മുത്തശ്ശി കാണേണ്ട ആവശ്യം എന്താന്ന് പറയും. അതെന്താ അമ്മയ്ക്കൊന്നും മനസ്സിലാവാത്തതാണത്, അലീനയില്ലേ കുറച്ച് നാളെങ്കിലും മുത്തശ്ശിയെ പരിചരിച്ചത്, അപ്പം അതുകൊണ്ട് അലീനയ്ക്കൊന്ന് കാണണമെന്ന് തോന്നി, അമ്മ വെറുതെ വഴി തടഞ്ഞ് നിൽക്കാതെ മാറാൻ പറയും. അങ്ങനെ അലീനയുടെ കൈ പിടിച്ച് മനു വീട്ടിനകത്തോട്ട് കയറും. അങ്ങനെ കയറി മുത്തശ്ശിയെ കാണുന്നുണ്ട്. അലീനയെ കണ്ടത് മുത്തശ്ശിക്ക് വലിയ സന്തോഷമാവും. അങ്ങനെ മുത്തശ്ശി അലീനയോട് സംസാരിക്കുന്നുണ്ട്. സുഖമാണോ മോളെന്നൊക്കെ ചോദിക്കുമ്പോൾ സുഖമായിട്ടിരിക്കുന്ന മുത്തശ്ശി എവിടെ പോയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. രേവതിക്കുട്ടിയെ കാണാൻ പോയതാണ്, പിന്നെ ഞാൻ മോഹനോട് ദേഷ്യമായിരിക്കും, അന്ന് നിന്നെ പറഞ്ഞു വിടാൻ വേണ്ടി ഞാനും ബലന്തനോട് പറഞ്ഞായിരുന്നല്ലോ, അതും സാരമില്ല മുത്തശ്ശി, എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. മുത്തശ്ശിക്ക് എങ്ങനെ ഉണ്ടെന്ന് അലീന ചോദിക്കുമ്പം പറയും, കമലയുടെ നോട്ടമില്ല, അത്രയൊക്കെ പുരോഗമനം പ്രതീക്ഷിച്ചാൽ മതി, മുത്തശ്ശിക്ക് അങ്ങോട്ട് വരണമെന്ന് ചോദിക്കുമ്പോൾ പറയും, അതൊന്നും ബാലേന്ദ്രന് ഇഷ്ടപ്പെടത്തില്ല കൊച്ചെന്ന് പറയും. അതൊന്നും സാരമില്ല, ഞാൻ അച്ഛനോട് പറയാം, അച്ഛനുമായിട്ട് ഞാൻ വരുന്ന മുത്തശ്ശിയെ കൂട്ടിക്കൊണ്ട് പോകാമെന്നൊക്കെ പറയും. അപ്പോഴത്തേക്ക് നിങ്ങൾ സംസാരിക്കുന്നു പറഞ്ഞുകൊണ്ട് മനു പുറത്ത് റൂമിലോട്ട് പോകുന്നുണ്ട്. അപ്പോഴത്തേക്ക് കമല പെട്ടെന്ന് മനുവിൻ്റെ കൈ പിടിച്ചുകൊണ്ട് റൂമിലോട്ട് കൊണ്ടുവരും.
എന്താ അതിൻ്റെ ഉദ്ദേശം, എന്തുദ്ദേശം, നീ എന്തിനാണ് അവളെ വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വന്നേന്ന് ചോദിക്കും. അതില്ലേ അമ്മ ഞാൻ പറഞ്ഞത് മുത്തശ്ശിയെ കാണാനായിട്ട് വന്നതാന്നുള്ളത്. നീ അവളെ എവിടെ നിന്ന് വിളിച്ചുകൊണ്ട് വന്നതെന്ന് ഞാൻ ചോദിച്ചതെന്ന് പറയും. അത് അവൾ രേവതിക്കുട്ടിയെ കാണണമെന്ന് തോന്നി, രേവതിക്കുട്ടിയെ കാണാൻ പോയിട്ട് വന്ന് തിരിച്ച് ഇങ്ങോട്ട് കൊണ്ടുവന്നേ, ഇനി തിരിച്ച് അവളെ വീട്ടിലോട്ട് കൊണ്ടുപോയിട്ടോന്ന് പറയും. മനു, എന്നെ അവിടെ തീരെ ഇഷ്ടപ്പെടുന്നില്ലേ, അവളെയും കൊണ്ട് നീ ചുറ്റുന്നതൊന്നും. അതിന് അമ്മയുടെ ഇഷ്ടം നോക്കിയാണോ ഞാൻ ജീവിക്കുന്നത്, എനിക്ക് എൻ്റേതായ ഇഷ്ടങ്ങളും താല്പര്യങ്ങളുണ്ട്, അതിലൊന്നും കയറി അമ്മ ഇടപെടേണ്ടെന്ന് പറയും. അങ്ങനെ കമലയ്ക്കങ്ങ് ഭയങ്കരമായിട്ട് ദേഷ്യം വരുന്നുണ്ട്. അങ്ങനെ മനുവിൻ്റെ അടുത്ത് കമലയുടെ നാടകവും നടക്കത്തില്ല. അതിനുശേഷം അവർ രണ്ടുപേരും കൂടി അവിടെ നിന്ന് ഇറങ്ങി നേരെ കളപ്പാട്ടൂർ വീട്ടിലോട്ട് അലീനെ കൊണ്ടു ചെന്നാക്കുന്നുണ്ട്. ആ സമയത്ത് കാറിലിരുന്നുകൊണ്ട് തന്നെ മനു അലീനയുടെ കയ്യിലിങ്ങനെ സ്പർശിക്കുന്നുണ്ട്. അങ്ങനെ അവരെ കാറിൽ നിന്ന് പുറത്തിറങ്ങിയതിന് ശേഷം അലീനയുടെ കയ്യിലിങ്ങനെ തൊട്ടിട്ട് മനു ഇങ്ങനെ ചെറുതായിട്ടൊന്ന് കിസ് ചെയ്യുന്നുണ്ട്. അപ്പം അവർ പറയാതെ അവരുടെ പ്രണയം പരസ്പരം മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അതിൻ്റെ വരും വിശേഷങ്ങളൊക്കെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അലീനയായിട്ടുള്ള പ്രണയം മനു തുറന്ന് പറയുമോ, അത് ബാലേന്ദ്രൻ അംഗീകരിക്കുമോ? അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ കാണാം. എല്ലാവരും കഥ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യണം. ഇന്നത്തെ കഥ ഇവിടെ അവസാനിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. നന്ദി.